وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم قال الله تبارك وتعالى أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون صدق الله مولانا العلي العظيم അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും ഈ പരിശുദ്ധമായ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു വിട്ടുകൊടുത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായി അസുഖങ്ങളായി കഴിയുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പൂർണ്ണമായ ശിഫാ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാമുമായി ബന്ധപ്പെട്ടവർ എല്ലാവരുടെയും കബറിടങ്ങളെ അല്ലാഹു സ്വർഗീയ ആരാമമാക്കി കൊടുക്കുമാറാവട്ടെ. സ്വർഗത്തിൻ്റെ പരിമളം അടിച്ചു വീശുന്ന കബറാക്കി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റമളാനിൻ്റെ 5 നോമ്പ് പൂർത്തിയായി 6ാമത്തെ നോമ്പിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പുകൾ, നമ്മുടെ നമസ്കാരങ്ങൾ, തറാവീഹ് നമസ്കാരങ്ങൾ, ഇബാദത്തുകൾ എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമളാനിൻ്റെ മഹത്വം മനസ്സിലാക്കി വേണ്ട നിലയിൽ പ്രയോജനപ്പെടുത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ ദിനങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ റമളാൻ മാസം, റമളാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും വലിയ ഇബാദത്ത് അത് നോമ്പ് തന്നെയാണ്. ഓരോ റമളാൻ മാസം ആഗതമാകുമ്പോഴും, ഓരോ റമളാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോഴും നാം റമളാൻ മാസം നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. ഓരോ റമളാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നാം നോമ്പിനായി കഴിഞ്ഞുകൂടാറുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാൻ മാസം മുഴുവൻ നോമ്പ് അത് സത്യവിശ്വാസികൾക്ക് നിർബന്ധമാക്കി, നിയമമാക്കി എന്നത് ആ ഒരു ബോധത്തോടെ നാം നോമ്പ് പിടിക്കാറുണ്ട്. എന്നാൽ ആ നോമ്പിലൂടെ, അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയതിലൂടെ, അല്ലാഹു അതിലൂടെ ലക്ഷ്യമാക്കുന്ന അത് നോമ്പിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട നോമ്പിൻ്റെ ലക്ഷ്യം പലപ്പോഴും നാം ചിന്തിക്കാറില്ല. നാം ആ ഒരു ലക്ഷ്യം മനസ്സിലാക്കി അതിനുവേണ്ടി
നാം പരിശ്രമിക്കാറില്ല. ആ ഒരു ലക്ഷ്യം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ നാം പലപ്പോഴും ശ്രമിക്കാറില്ല. ഓരോ റമദാനും നമ്മളിലേക്ക് കടന്നു വരുന്നു, നാം നോമ്പ് പിടിക്കുന്നു എന്നതല്ലാതെ ആ നോമ്പിൻ്റെ ലക്ഷ്യം അല്ലാഹു നോമ്പിലൂടെ ഒരു മാസക്കാലം നോമ്പ് പിടിക്കുന്നതിലൂടെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്, ആ നോമ്പിലൂടെ അല്ലാഹു ലക്ഷ്യമാക്കുന്നത് എന്താണ് എന്ന് പലപ്പോഴും നാം ചിന്തിക്കാറ് പോലുമില്ല. സഹോദരങ്ങളെ, മറ്റ് വിശുദ്ധമായ ഇസ്ലാമിലെ മറ്റ് ഇബാദത്തുകൾ പോലെ, മറ്റ് ഫർളായ ഇബാദത്തുകൾ പോലെ പരിശുദ്ധമായ നോമ്പിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയിട്ട് അതിൻ്റെ ലക്ഷ്യവും അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. വിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഓരോ ഇബാദത്തിനും നോമ്പല്ലാത്ത മറ്റ് ഇബാദത്തുകൾക്കുള്ളതുപോലെ മറ്റ് ഇബാദത്തുകൾക്ക് അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്. നമസ്കാരത്തിലാണെങ്കിൽ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് അഖീമിസ് സ്വലാത്ത ലിദിക്രി, നമസ്കാരം നിങ്ങൾ നിർവഹിക്കുക ലിദിക്രി, നമസ്കാരത്തിന്റെ ലക്ഷ്യമായി അല്ലാഹു പറഞ്ഞത് ലിദിക്രി, എന്നെ സ്മരിക്കുവാൻ വേണ്ടിയാണ്, അല്ലാഹുവിനെ ഓർക്കുവാൻ വേണ്ടിയാണ്. നമസ്കാരത്തിന്റെ ലക്ഷ്യം അല്ലാഹുവിലുള്ള സ്മരണയാണ്. അതുപോലെ സകാത്തിന്റെ ലക്ഷ്യം ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം, സകാത്തിന്റെ ലക്ഷ്യമായി സകാത്തിലൂടെ അല്ലാഹു ലക്ഷ്യമാക്കുന്നത് സമ്പത്ത് അത് പരിശുദ്ധമാക്കുക എന്നതാണ്. അതുപോലെ ഹജ്ജിലുമുണ്ട് അതിൻ്റെതായ ലക്ഷ്യം. ചില ക്ലിപ്തമായ ദിവസങ്ങളിൽ പ്രത്യേകമായ സ്ഥലങ്ങളിൽ ചെയ്യുന്ന ഇബാദത്താണ്. അതും അല്ലാഹുവിൻ്റെ സ്മരണയാണ് അതിലും ലക്ഷ്യമാക്കുന്നത്. എന്നാൽ സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കി. ആ നോമ്പിന്റെ ലക്ഷ്യം എന്താണ്? അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ നോമ്പ് നിർബന്ധമാക്കി, ഉമ്മത്തിന് നോമ്പ് ഫർളാക്കി അറിയിച്ചിട്ടുള്ള ആ സ്ഥലത്ത് തന്നെ നോമ്പിന്റെ ലക്ഷ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലാഹു പറയുകയാണ്, സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മാത്രമല്ല നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന നിങ്ങളുടെ മുൻഗാമികൾക്കും നോമ്പ് നിർബന്ധമായിരുന്നു. ആ നോമ്പ് നിങ്ങൾക്കും നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു നോമ്പിലൂടെ നാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ലക്ഷ്യത്തെ അല്ലാഹു പറയുകയാണ്, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീർന്നേക്കാം. തഖ്വയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിലൂടെ ലക്ഷ്യമാക്കുന്നത്. തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണ് നോമ്പിലൂടെ ഒരു മാസം, റമദാനിന്റെ ഒരു മാസം നാം നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കിയെടുക്കേണ്ടത് തഖ്വയാണ് എന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്. എന്താണ് സഹോദരങ്ങളെ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്തഖ്വ ഹിയ അദാഉ മാ ഫറദല്ലാഹ് വജ്തിനാബു മാ ഹറമല്ലാഹ്. തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ കൽപ്പനകൾ, അല്ലാഹുവിൻ്റെ നിയമങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് പൂർണ്ണമായും പിൻപറ്റിയുള്ള ആ ഒരു ജീവിതം. അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ നിരോധനങ്ങൾ, അല്ലാഹു വിലക്കിയിട്ടുള്ള, അല്ലാഹു വിശുദ്ധമായ ഇസ്ലാമിൻ്റെ നിരോധനങ്ങൾ അത് പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തിയുള്ള ഒരു ജീവിതമാണ്. അതാണ് തഖ്വ. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് നോമ്പിലൂടെ നാം ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ഇടപാടുകളിൽ
നമ്മളുടെ എല്ലാ മേഖലകളിലും നാം നേരിടുന്ന, നാം അഭിസംബോധന ചെയ്യുന്ന എല്ലാ മേഖലയിലും തഖ്വയിൽ അധിഷ്ഠിതമായ എല്ലാ മേഖലയിലും തഖ്വ കടന്നു വരണം. അല്ലാഹുവിന്റെ കൽപ്പനകൾ, നാം നേരിടുന്ന മേഖലകൾ, അവിടെ അല്ലാഹു എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അത് പൂർണ്ണമായും ശിരസാവഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ നാം തയ്യാറാവണം. അതുപോലെ നാം നേരിടുന്ന മേഖലകൾ, അവിടെ അല്ലാഹു നിരോധിച്ചിട്ടുള്ള, അല്ലാഹു വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കുവാൻ നാം തയ്യാറാകണം. അതാണ് തഖ്വ. തഖ്വയുടെ ഒരു ഭാഗം അത് അല്ലാഹുവിന്റെ കൽപ്പനകൾ പൂർണ്ണമായും നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായി ആ അല്ലാഹുവിന്റെ കൽപ്പനകൾ അത് നമുക്ക് പ്രാവർത്തികമാക്കുവാൻ ചിലപ്പോൾ പ്രയാസമായി തോന്നിയേക്കാം, ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. അവിടെയൊന്നും ഒരു ബുദ്ധിമുട്ടായി കാണാതെ പൂർണ്ണമായും അല്ലാഹു അത് കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് നമുക്ക് നന്മയാണ്, നമുക്ക് പ്രയോജനമാണ് എന്ന് മനസ്സിലാക്കി തന്നെ ആ അല്ലാഹുവിന്റെ കൽപ്പനകൾ പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ നാം തയ്യാറാകണം. അതുപോലെ തഖ്വയുടെ രണ്ടാമത്തെ ഭാഗം അത് അല്ലാഹുവിന്റെ നിരോധനങ്ങൾ. അത് ചിലപ്പോൾ നാം നേരിടുന്ന മേഖലകളിൽ നമുക്ക് ചിലപ്പോൾ ആ കാര്യങ്ങൾ ഉപേക്ഷിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുവാൻ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം, നമുക്ക് പ്രയാസമായി തോന്നിയേക്കാം. അവിടെ തഖ്വ എന്ന് പറയുന്നത് പൂർണ്ണമായും ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ നിന്നും അല്ലാഹുവിന്റെ നിരോധനങ്ങൾ, വിശുദ്ധമായ ഇസ്ലാമിന്റെ നിരോധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കുവാൻ നമുക്ക് കഴിയണം. അതാണ് തഖ്വ. അങ്ങനെ തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണ്, ആ തഖ്വയാണ് ഈ റമളാനിൽ നാം ഒരു മാസക്കാലം നോമ്പ് പിടിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആ തഖ്വയാണ്. യഥാർത്ഥത്തിൽ തഖ്വ ഉണ്ടാകേണ്ടത് അത് നമ്മുടെ ഹൃദയത്തിലാണ്. തഖ്വ അത് നമ്മുടെ ബാഹ്യമായ പ്രവർത്തനങ്ങളിൽ, ബാഹ്യമായ കാര്യങ്ങളിലല്ല തഖ്വ ഉണ്ടാകേണ്ടത്. യഥാർത്ഥത്തിൽ തഖ്വ ഉണ്ടാകേണ്ടത് ഹൃദയത്തിലാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, നബിതങ്ങൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഹൃദയത്തിലേക്ക് ചൂണ്ടിയിട്ട് നബിതങ്ങൾ പറയുന്നുണ്ട്, 3 പ്രാവശ്യം നബിതങ്ങൾ പറയുന്നുണ്ട്, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന. തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൃദയത്തിലാണ് തഖ്വ ഉണ്ടാകേണ്ടത്. ബാഹ്യമായ പ്രകടനങ്ങളുടെ, ബാഹ്യമായ മറ്റു കാര്യങ്ങളുടെ പേരല്ല തഖ്വ. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നുമാണ് ഉണ്ടാകേണ്ടത്. ഹൃദയത്തിൽ നിന്നുമാണ് തഖ്വ ഉണ്ടാകേണ്ടത്. സഹോദരങ്ങളെ ഈ 10, 20, 30 വർഷങ്ങളായി നാം നോമ്പ് പിടിക്കാറുണ്ട്. ഓരോ റമളാൻ കടന്നു വരുമ്പോഴും നാം ആ റമളാൻ മാസം മുഴുവനും നോമ്പിലായി കഴിഞ്ഞുകൂടാറുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു റമളാനിൽ ആ തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നമുക്ക്, അങ്ങനെ തഖ്വ ഒരു മുത്തഖിയായി നമുക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങളെ? അതുകൊണ്ട് ഈ നമ്മൾ കടന്നു പോകുന്ന ഈ പരിശുദ്ധമായ റമളാനിന്റെ ഈ ദിവസങ്ങളിൽ റമളാനിന്റെ ലക്ഷ്യമായി അല്ലാഹു പറഞ്ഞ ആ തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ നാം തയ്യാറാകണം, നാം സന്നദ്ധമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ തഖ്വ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ അല്ലാഹു നമുക്ക് നൽകുന്ന തഖ്വ നോമ്പിലൂടെ നാം കൈവരിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകുന്ന 3 കാര്യങ്ങളുണ്ട്, 3 സൗഭാഗ്യങ്ങളുണ്ട്. ഒന്നാമതായി നമ്മുടെ കാര്യങ്ങൾ അല്ലാഹു ഏറ്റെടുക്കും. വമൻ യത്തഖില്ലാഹ്, നാം അല്ലാഹുവിനെ വേണ്ട വിധത്തിൽ തഖ്വ ചെയ്താണ് നാം ജീവിക്കുന്നത് എങ്കിൽ നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളൊക്കെയും അല്ലാഹു മാറ്റി നൽകും. നാം വിചാരിക്കാത്ത രീതിയിൽ
അള്ളാഹു നമുക്ക് റിസ്ക് നൽകും, ഉപജീവനത്തിന്റെ മാർഗം അള്ളാഹു തുറന്നു നൽകും. രണ്ടാമതായി ശത്രുക്കളിൽ നിന്നും സുരക്ഷ നൽകുന്നതാണ്. മൂന്നാമതായി അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം ലഭിക്കുന്നതാണ്. തഖ്വയിലൂടെ, തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തിലൂടെ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം ലഭിക്കുന്നതാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും സ്വീകാര്യൻ, നിങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളവൻ അത് അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും അധികം നിങ്ങളിൽ തഖ്വയുള്ളവരാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ അല്ലാഹു ശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു വാഗ്ദാനം ചെയ്ത തഖ്വയിലൂടെ, തഖ്വ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിലൂടെ അല്ലാഹു വാഗ്ദാനം ചെയ്ത ഈ നേട്ടങ്ങളൊക്കെ നേടിയെടുക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.